സിനിമാ താരങ്ങളുടെ ഫാൻസ് തമ്മിലുള്ള ഫാൻ ഫൈറ്റ് ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്. തെലുങ്ക് ഇൻഡസ്ട്രിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോവും. മലയാളത്തിലെ കാര്യവും വളരെ വ്യത്യസ്തമല്ല. മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. പലപ്പോഴും അതൊരു തമാശയായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നതായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ നടന്മാരുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും ഈ ഫാൻസ് എന്ന് അവകാശപ്പെടുന്നവർ ലക്ഷ്യം വയ്ക്കാറുണ്ട്. ഇതുകൂടാതെ തിയേറ്ററുകളിൽ ഫാൻസ് നടത്തുന്ന കാട്ടിക്കൂട്ടലുകളും ശ്രദ്ധേയമാണ്. മോഹൻലാൽ ഫാൻസാണ് ഇക്കാര്യത്തിൽ അടുത്തതായി വാർത്തകളിൽ നിറഞ്ഞത്. ബറോസ് എന്ന സിനിമ റിലീസ് ചെയ്ത ദിവസം തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ മോഹൻലാൽ ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘം ഒരു സിനിമ റിവ്യൂവറെ യാതൊരു പ്രകോപനവുമില്ലാതെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കയ്യേറ്റം ചെയ്ത കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പ്രശസ്ത സിനിമാ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാവുന്നത്. മാളികപ്പുറം 2018 പിന്നെ ഇപ്പോൾ രേഖാചിത്രം എന്നീ സിനിമകളിലൂടെ നേടിയ വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങളിലൂടെ തന്റെ ആദ്യ സിനിമയെ വലിച്ചു കീറാൻ റിലീസിന് മുൻപ് തന്നെ ആൾക്കാർ തയ്യാറായിരുന്നുവെന്നും ഫാൻ ഫൈറ്റ് ഇതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിരുന്നുവെന്നും കൂടാതെ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നു തന്നെയുള്ള മുഖം മൂടിയിട്ട മാന്യന്മാരും പുറകിലുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. തന്റെ ആദ്യ സിനിമ വളരെ സാമ്പത്തികമായി പരാജയമായിരുന്നുവെന്നും താൻ കുത്തുവാളയെടുത്തു എന്ന് വരുത്തി തീർക്കാൻ കുറച്ചുപേർ കിടഞ്ഞു പരിശ്രമിച്ചിരുന്നു. ചിലർ അത് വലിയ ആഘോഷമാക്കി. അതിനുശേഷം സ്വിഗ്ഗി എന്ന കമ്പനി വഴി ഭക്ഷണം വീടുകളിൽ സപ്ലൈ ചെയ്ത് ജീവിച്ചു എന്നതായിരുന്നു പ്രചാരണം. ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന ഈ തൊഴിലിനോട് തനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. താൻ ആദ്യകാലത്ത് ഗൾഫിൽ ചെയ്തിരുന്ന ജോലിയേക്കാൾ മികച്ചതുമാണ് ഇത്. കൂടാതെ തൃശൂർ ബസ് സ്റ്റാൻഡിൽ ബുക്ക് വിറ്റ് ജീവിക്കുന്നുവെന്നും മീൻ പിടിച്ച് ജീവിക്കുന്നുവെന്നും വരെ ആൾക്കാർ പറഞ്ഞു വരുത്തി. കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിനുള്ളിൽ 2018 മാളികപ്പുറം പിന്നെ ഇപ്പോൾ രേഖാചിത്രം എന്നീ സിനിമകൾ ചെയ്യാൻ സാധിച്ചത് ദൈവനിശ്ചയം മാത്രം. വിജയ ചിത്രങ്ങൾക്ക് എന്തെങ്കിലും ഫോർമുല ഉള്ളതായിട്ട് അറിയില്ല. കുറെ കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് സിനിമകൾ വിജയിക്കുന്നത്. പക്ഷേ ഇതൊന്നും സംഭവിക്കാതെ സാമ്പത്തികമായി നഷ്ടം സംഭവിച്ച് മാനസികമായി തകർന്നിരിക്കുന്ന പ്രൊഡ്യൂസറെ ചീത്ത പറഞ്ഞ് കളിയാക്കി തേജോവധം ചെയ്യുമ്പോൾ കിട്ടുന്ന ആത്മസുഖം എന്താണെന്ന് തനിക്കറിയില്ല. ഇവരെ കളിയാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവന് നഷ്ടമായത് പലതുമായിരിക്കും. പക്ഷേ കുറച്ചു നാളത്തേക്കെങ്കിലും പലരുടെയും ജീവിതമാർഗമായിരുന്നു അത്. സത്യസന്ധതയും ആത്മാർത്ഥതയും മുറുകെ പിടിച്ച് കഠിനാധ്വാനം ചെയ്ത് ഈ ഹ്രസ്വ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് തന്റെ മാർഗം. അതിൽ ദുഃഖവും സന്തോഷവും വന്നുപോയുമിരിക്കും. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ലെന്നും ഓർത്താൽ കൊടിയ ദുഃഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം എവിടെയോ പോയി മറയും. ഈ പോസ്റ്റിന് താഴെയും ന്യായീകരണവും ഫാൻ ഫൈറ്റുമായി മോഹൻലാൽ ഫാൻസ് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ ആരാധനാപാത്രത്തിന് വിമർശനങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് തങ്ങളും ഫാൻ ഫൈറ്റ് നടത്തുന്നത് എന്നാണ് അവരുടെ വാദം. കൂടാതെ പലതരത്തിലുള്ള മോർഫ് ചെയ്ത ഫോട്ടോകളും അവർ പോസ്റ്റിന് താഴെ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ പ്രമുഖ തമിഴ് നടൻ അജിത് കുമാർ തന്റെ ഫാൻസിനോട് ഇന്ന് നടത്തിയ ഒരു അഭ്യർത്ഥന മോഹൻലാൽ ഫാൻസ് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അജിത് വാഴുക, വിജയ് വാഴുക എന്നിങ്ങനെ മുദ്രാവാക്യം വിളിക്കാതെ സ്വന്തം കുടുംബത്തെ നോക്കാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. തുടർച്ചയായി സംഭവിക്കുന്ന ഫാൻ ഫൈറ്റും സോഷ്യൽ മീഡിയയിലെ ചെളിവാരി എറിയലിന്റെയും സാഹചര്യത്തിലാണ് അദ്ദേഹം ഫാൻസിനോട് അവരുടെ വ്യക്തിജീവിതത്തിലെ ലക്ഷ്യങ്ങളെ പിന്തുടരാൻ ആവശ്യപ്പെട്ടത്.